എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്തുമസ് ആശംസകൾ. പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി 6-7 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഈ മെസ്സേജ് നിങ്ങൾക്കായി നൽകുന്നത്. ക്രിസ്തുവിൻ്റെ തിരുജന്മ പിറവി എന്ന് പറയുന്നത് ഒരുപാട് പ്രതിബന്ധങ്ങളുടെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ തിരുജന്മ പിറവി നടക്കുന്നത്. അതിനകത്ത് ഒരു കന്യക ഗർഭിണിയായി എന്ന് പറയുമ്പോൾ തന്നെ കന്യകയ്ക്കുണ്ടാകുന്ന അപമാനം അതൊരു വലിയ അപമാനമാണ്. യൗസേപ്പ് പിതാവ് അത് ചേർത്തുകൊണ്ട് വിവാഹം നിശ്ചയിച്ച പുരുഷനാണ് യൗസേപ്പ് പിതാവ്. അദ്ദേഹം അപമാനത്തിലൂടെ കടന്നുപോയി. പിറക്കുവാനായിട്ട് ഒരു ഇടം കിട്ടിയില്ല. കാലിത്തുടിത്തിൽ പിറന്നു. സത്രങ്ങളെല്ലാം കൂട്ടിയെടുക്കപ്പെട്ടു. പ്രതിബന്ധങ്ങളുടെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ ജനനം. പലപ്പോഴും പ്രതിബന്ധങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ ക്രിസ്തുമസ് പ്രത്യാശയാകട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസ. പലപ്പോഴും പ്രതിബന്ധങ്ങളുടെ ഒരുപാട് നടുച്ചുഴിയിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവർ പലപ്പോഴും പ്രത്യാശ നിർഭരമായ ഒരു ഭാവി ഉണ്ടാകും എന്നുള്ള വിശ്വാസം നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനന തിരുപ്പിറവി എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ ലോകത്തിന് ഒരു രക്ഷിതാവിനെ ലഭിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ആത്യന്തികമായ സന്ദേശമാണ്. പക്ഷെ അവരുടെ എല്ലാം ജീവിതങ്ങളെ വഴിമാറ്റിപ്പെടുന്നു. പലപ്പോഴും പല ജീവിതങ്ങൾ മോഹിച്ച ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ പാതകളെ തിരിച്ചുവിടുന്നു. മാതാവ്, ഒരു കന്യകയായ സ്ത്രീ, വിചാരിച്ചത് നല്ലൊരു ജീവിതം എനിക്കുണ്ടാവും. ക്രിസ്തുവിനെ പേറിയപ്പോൾ അവരുടെ ജീവിതം വഴിമാറിപ്പോയി. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം വഴിമാറിപ്പോയി. അതുപോലെ കാണുവാൻ വന്ന പരീശന്മാർ, വിദ്വാൻമാർ, ഇവരോട് ഹെറോദേസ് പറഞ്ഞു, ഇങ്ങനൊരു ശിശുവിനെ കണ്ടാൽ എന്നെ വന്ന് അറിയിക്കണം. അവർ പിന്നെ തിരിച്ചുപോയി. ഹെരോദാവിനെ കാണുന്നില്ല, കൊട്ടാരത്തിലേക്ക് പോകുന്നില്ല. ആ ശിശുവിനെ കൊല്ലുവാനായിട്ടാണ് ഈ രാജാവ് ആലോചിച്ചിരുന്നത്. ഇവരുടെയും ജീവിതത്തിൻ്റെ ഒരു വഴിമാറ്റം സംഭവിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരുടെ എല്ലാം ജീവിതത്തിലൊരു വഴിമാറ്റം ഉണ്ടാവുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണെങ്കിലും അതൊരു ശുഭഭാവിയിലേക്ക് അവരുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നതാണ് ഈ ക്രിസ്തുമസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ. പ്രതിബന്ധങ്ങളുടെ നടുവിൽ അതിനെ വിശ്വാസത്തോടു കൂടി നിന്നു കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങൾ മാറി ഒരു ശുഭഭാവി എത്തിച്ചേരും എന്നുള്ളതൊരു വളരെ വിശ്വാസമാണ്. പ്രപഞ്ചത്തിലെ പല ലോസും അങ്ങനെ തന്നെയാണ്, നിയമങ്ങൾ അങ്ങനെ തന്നെയാണ്. പ്രതിബന്ധങ്ങളില്ലാതെ ഒരു മുട്ട വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരത്തില്ല. അതുപോലെ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും കഠിനമായ പെയിനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ശുഭഭാവി നമുക്കുണ്ടാവുക. ഈ ശുഭഭാവി നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുമസിൻ്റെ സന്തോഷവും സന്ദേശവും ഇതുതന്നെയാണ്. ആ സന്തോഷം അനുഭവിക്കാനായിട്ടാണ് നമ്മൾ ഈ ക്രിസ്തുമസൊക്കെ ആഘോഷിക്കുന്നു. നമ്മുടെ പ്രതിബന്ധങ്ങൾ കടന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരിക്കലും ജീവിതത്തിൽ കരകയറുകയല്ല എന്ന് വരിക്കുന്ന ആൾക്കാർക്കെല്ലാം ക്രിസ്തുവിൻ്റെ ജനനം ഒരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശമാണ് പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരു മറുകര, സന്തോഷത്തിൻ്റെതായ ഒരു കരയിലേക്ക് അവർ എത്തിച്ചേരും എന്നുള്ള വലിയൊരു പ്രത്യാശയാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. ഈ പ്രത്യാശയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുക. എല്ലാവർക്കും ദിവ്യമായ ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. പുതുവർഷം ഒരു 7 ദിവസത്തിനകത്ത് നമുക്ക് പിറക്കും. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെല്ലാവരും